നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. അപ്രതീക്ഷിത പൊട്ടിത്തെറിയിൽ രോഗികളും ജീവനക്കാരും ആദ്യം ഭയചകിതരായെങ്കിലും പെട്ടെന്ന് തന്നെ അത് രക്ഷാപ്രവർത്തനത്തിലേക്ക് വഴിമാറി. സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയാണ് പുക പടർന്ന കെട്ടിടത്തിലുണ്ടായിരുന്ന രോഗികളെ കെട്ടിടത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചത്. 3 മണിക്കൂറോളമാണ് രക്ഷാപ്രവർത്തനം നീണ്ടത്. രാത്രി 7:40 മുതൽ രാത്രി 10:20 വരെ നീണ്ട രക്ഷാദൗത്യത്തിൽ ആശുപത്രി ജീവനക്കാർ, പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, ജില്ലാ ഭരണകൂടം, ആംബുലൻസ്, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും കൈകോർത്തു. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടന്ന രോഗികളെല്ലാം ഇവർ പുറത്തെത്തിച്ചു. പൊട്ടിത്തെറിയുണ്ടാക്കിയ പരിഭ്രാന്തിക്കിടയിലും മനസാന്നിധ്യം കൈവിടാതെ ഇവർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങിയായിരുന്നു. പുക പടർന്നതോടെ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളോട് മുഴുവൻ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട ജീവനക്കാർ ഓരോ രോഗിയെയും ശ്രദ്ധയോടെ പുറത്തിറക്കി. അപ്പോഴേക്കും പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി. നഗരത്തിലെ ആശുപത്രികളിൽ ICU അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കി. വിവരമറിഞ്ഞ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന 100 കണക്കിന് ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് ചീറിപ്പാഞ്ഞെത്തി. ഈ ആംബുലൻസുകളിലായി രോഗികളെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഓരോരുത്തരെയായി ആംബുലൻസിൽ കയറ്റിവിട്ടു. ഇക്ര, മെയ്ത്ര, ബേബി മെമ്മോറിയൽ, കോട്ടപ്പറമ്പ് സഹകരണ ആശുപത്രി, ബീച്ച് അടക്കമുള്ള ആശുപത്രികളിലേക്കാണ് രോഗികളെ മാറ്റിയത്. 30 പേർ ഒഴികെയുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പലയിടങ്ങളിലേക്ക് മാറ്റി. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് UPS റൂമിലെ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദമായ അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാകൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കെട്ടിടം പൂർണ്ണമായും പോലീസ് സീൽ ചെയ്തു. സംഭവത്തിൽ വിവിധ തലത്തിലുള്ള വിശദ അന്വേഷണങ്ങൾ ഇന്ന് നടക്കും. ഇടുങ്ങിയ വഴികളും മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലാത്ത മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറി വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. UPS റൂമിലെ പൊട്ടിത്തെറിയെ തുടർന്നാണ് അപകടമുണ്ടായത്. രാത്രി 7:40ഓടെയാണ് മെഡിക്കൽ കോളേജിന്റെ PMS-SY ബ്ലോക്ക് കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിൽ പൊട്ടിത്തെറി ഉണ്ടായത്. തുടർന്ന് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക വ്യാപിച്ചു. ഇതോടെ മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് രോഗികളെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു. വെള്ളിമാട് കുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും 3 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 30ഓളം പേരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കളക്ടർ വ്യക്തമാക്കി. കാഷ്വാലിറ്റി ബ്ലോക്കിലുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയതായും കളക്ടർ അറിയിച്ചു. UPSC റൂമിൽ നിന്നാണ് പുകയുയർന്നതെന്ന് ഫയർ ഓഫീസർ T രജീഷും അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് പരിശോധിച്ച ശേഷമേ ഉറപ്പാക്കാൻ കഴിയൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ടെന്നും ഫയർ ഓഫീസർ അറിയിച്ചു. രോഗികൾക്കുള്ള സേവനം ബീച്ച് ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും. നിലവിൽ അത്യാഹിത വിഭാഗം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബീച്ച് ആശുപത്രിയിലേക്ക് താൽക്കാലികമായി മാറ്റി. പൊട്ടിത്തെറിക്ക് മുൻപ് 2 തവണ വൈദ്യുതി നിലച്ചുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ആശുപത്രിയുടെ 3ാം നില വരെ പുക എത്തിയിരുന്നു. ഈ സമയം വെന്റിലേറ്ററിൽ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിൽ 16 രോഗികളും 60 മറ്റ് രോഗികളും അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. ഇവരെ ICU സൗകര്യമുള്ള ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.